ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ എക്സാമിൻ്റെ ഒക്കെ ഹാങ് ഓവർ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു പുതിയ എക്സാമിനെ നോക്കി കാണുന്ന അധ്യാപക വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പോൾ എല്ലാ എക്സാമുകളിലും ഒക്കെയും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വേറൊന്നുമല്ല, ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ചെറുതാണെങ്കിലും അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപാട് വിശാലതയുള്ളതാണെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നില്ല. എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, എന്നാണ് ഈ ഒരു രീതി നിലവിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ പഠിച്ചു മുന്നേറാം. ഇനി വരുന്ന ഓരോ എക്സാമിനെയും നിങ്ങൾ ഓരോ അധ്യാപക വിദ്യാർത്ഥികൾക്കും കയ്യിലൊതുക്കാൻ പറ്റട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക, തീർച്ചയായും അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനെ സങ്കലിത വിദ്യാഭ്യാസം എന്നുകൂടി പറയുന്നു. സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ജാതി, മതം, വർഗം, സംസ്കാരം, സാമ്പത്തികം ഇങ്ങനെ യാതൊരു വിവേചനവുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസത്തിനെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ജാതിയില്ല, മതമില്ല, വർഗമില്ല, സംസ്കാരമില്ല, സാമ്പത്തികമില്ല, ഇങ്ങനെ യാതൊരു വിവേചനവുമില്ലാതെ ഏത് കുട്ടികൾക്ക്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സാധാരണ സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് വിദ്യാഭ്യാസം, സാധാരണ വിദ്യാഭ്യാസം, സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികൾക്ക് എന്ത് വിദ്യാഭ്യാസമാണോ നൽകുന്നത് അത് നേടാനുള്ള ഒരു ഭിന്നശേഷിക്കാരൻ്റെ അവകാശമാണ് എന്ത്? ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്താണ് പറയുന്നത്? മുഖ്യധാരാ വിദ്യാഭ്യാസം, മെയിൻ സ്ട്രീമിംഗ് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ യാതൊരു വിവേചനവുമില്ലാതെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സമപ്രായക്കാരുടെ കൂടെ ഇരുന്നുള്ള സമപ്രായക്കാർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് എന്ത്? ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെറ്റല്ലേ? ഇനി എന്നാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഉടലെടുത്തത്? 1990കളിലാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. 1990കളിലാണെന്ന് പറയാം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം 1990കളിലാണ് എന്ന് പറയുന്നു. ശേഷികളാവട്ടെ, സംസ്കാരമാവട്ടെ, സാമൂഹിക പശ്ചാത്തലമാവട്ടെ, കുട്ടിയുടെ ബുദ്ധി സാമർഥ്യമാവട്ടെ, ലിംഗവ്യത്യാസമാവട്ടെ, ഇവയിലൊന്നും യാതൊരു വ്യത്യാസവും ഇവയിലൊക്കെ വ്യത്യാസം പുലർത്തുന്നുണ്ട് എങ്കിൽ കൂടിയും യാതൊരു വേർതിരിവുമല്ല, യാതൊരു വ്യത്യാസവുമില്ലാതെ പൊതുവിദ്യാഭ്യാസം പങ്കിടാനുള്ള അവസരം ലഭിക്കുകയാണ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയം ഉടലെടുക്കുന്നത് 1990കളിലാണ്. ഒരു വിദ്യാർത്ഥിക്ക് ജാതി, ശേഷി, സംസ്കാരം, സാമൂഹിക പശ്ചാത്തലം, ലിംഗവ്യത്യാസം ഈ വിവേചനം ഒന്നും തന്നെ ഇല്ലാതെ, യാതൊരു വേർതിരിവുമില്ലാതെ പൂർണ്ണ തോതിൽ പൊതുവിദ്യാഭ്യാസം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള എന്തിനെയാണ്? അവസരത്തിനെയാണ്
എന്തെന്ന് പറയുന്നത്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഈ സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഠന പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം, ഈ കുട്ടിയുടെ ഭിന്നശേഷിക്കാരുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ്? പഠന പ്രവർത്തനങ്ങളിൽ ഒരു പഠിതാവിൻ്റെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് ഏത്? ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തുല്യ അവസരവും തുല്യ പങ്കാളിത്തവും തുല്യ നീതിയും ഭിന്നശേഷിക്കാർക്കും പ്രാപ്യമാക്കുക എന്നതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനിക വശം. അപ്പോൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനെ എടുത്തു നോക്കുമ്പോൾ എന്താ പറയുന്നത്? തുല്യ അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, തുല്യ പങ്കാളിത്തം കൊടുക്കുക, തുല്യ നീതി കൊടുക്കുക എന്നുള്ളതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു ദാർശനികമായ അടിത്തറ എന്ന് പറയുന്നത്. തുല്യനീതി, തുല്യ അവകാശം, തുല്യ അവസരം, തുല്യ പങ്കാളിത്തം ഒക്കെ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമായിരിക്കണം ഭിന്നശേഷിക്കാർക്കും കിട്ടേണ്ടത് എന്നാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഊന്നൽ നൽകുന്നത് എന്ന് പറയാം. അപ്പം ജാതി, മതം, സംസ്കാരം, വർഗം, ലിംഗം, സംസ്കാരം, സാമ്പത്തികം യാതൊരു വേർതിരിവുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. 1990കളിലാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഉടലെടുക്കുന്നത്. യാതൊരു വേർതിരിവുമില്ലാതെ തുല്യനീതി, തുല്യ അവസരം, തുല്യ പങ്കാളിത്തം ആർക്ക് നൽകണം? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകി സമപ്രായക്കാരോട് കൂടിയിരുന്ന് അവർക്ക് കിട്ടുന്ന തുല്യ വിദ്യാഭ്യാസം ഈ കുട്ടികൾക്കും കിട്ടത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദം സംജാതമാക്കിക്കൊണ്ട് ഗുണനിലവാരമുള്ള ഏതെങ്കിലും പോലെ ഗുണനിലവാരമുള്ളതും വിവേചനരഹിതവുമായ വിദ്യാഭ്യാസം ഏതൊരു സ്കൂളിലാണോ നടപ്പിലാക്കുന്നത് അവിടെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം സാധ്യമാകുന്നത്. എന്താ പറഞ്ഞത്? പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായിരിക്കണം, ഭിന്നശേഷി സൗഹൃദമായ വിദ്യാലയ അന്തരീക്ഷമായിരിക്കണം, ഗുണനിലവാരമുള്ളതായിരിക്കണം വിദ്യാഭ്യാസം, വിവേചനരഹിതമായിരിക്കണം വിദ്യാഭ്യാസം. ഇതൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഏത് സ്കൂളിലാണോ ഇങ്ങനെയൊരു വിദ്യാഭ്യാസം, അതായത് ഭിന്നശേഷി സൗഹൃദമായ ഗുണനിലവാരമുള്ളതായ വിവേചനരഹിതമായ വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണോ നടപ്പിലാക്കുന്നത് അവിടെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം നടപ്പിലാകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കിപ്പോഴും പരിമിതികളുണ്ട്. ഭിന്നശേഷി സൗഹൃദമാകാത്ത സ്കൂളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പം ഇവിടെ ഊന്നൽ പറയുന്നതാണ് ഭിന്നശേഷി സൗഹൃദം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, വിവേചനരഹിതമായ വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണോ നടപ്പിലാക്കുന്നത് ആ സ്കൂളിലാണ് ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ രീതി നടപ്പിലാകുന്നത് എന്നാണ് പറയുന്നത്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് മികവുകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാ വിവേചനങ്ങളും ഇല്ലാതാക്കും. ജാതി, മതം, വർഗം, വർണ്ണം, സംസ്കാരം, സാമ്പത്തികം, ശേഷികൾ, കഴിവുകൾ, മികവുകൾ, ലിംഗഭേദം ഇവയൊന്നും യാതൊരു വേർതിരിവുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ രീതി ഭിന്നശേഷിക്കാർക്ക് നൽകുന്നു. അപ്പോൾ എന്താണ്? വിവേചനരഹിതമായ വിദ്യാഭ്യാസം, വിവേചനരഹിതമായ വിദ്യാഭ്യാസം. അടുത്തതോ സാമൂഹിക വൽക്കരണം, സോഷ്യലൈസേഷൻ. അല്ലേ? ഈ കുട്ടികളെ പൊതുധാരയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കുട്ടിയും മറ്റ് സാധാ കുട്ടികളും തമ്മിലുള്ള അന്തരമില്ലാതാവുകയാണ്. അപ്പോൾ എന്താണ്? ഒരു സോഷ്യലൈസേഷൻ, സാമൂഹ്യവത്കരണം. വിദ്യാഭ്യാസം തന്നെ ഒരു സാമൂഹ്യവത്കരണ പ്രക്രിയയാണ് അല്ലേ? അപ്പോൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതയായി വരുന്നത് സാമൂഹ്യവത്കരണം ഈ വിദ്യാഭ്യാസ രീതിയിലൂടെ സാധ്യമാകുന്നു എന്ന് പറയുന്നതാണ്.
ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ വിദ്യാലയത്തിൽ അവർ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ ഇവരും നേരിടുന്നു. അവർ നേരിടുന്ന കളികളും മറ്റു കാര്യങ്ങളും ഇവരും നേരിടുന്നു എന്ന് വരുമ്പോൾ എന്താണ്? അവരുടെ പെരുമാറ്റത്തിൽ മറ്റു കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റം, സമ്പർക്കം വരുന്നു. അവരുമായിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ വരുന്നു. ഇതൊക്കെ വരുമ്പോൾ അവരുടെ വ്യവഹാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമായ രീതിയിലാകുന്നു. ഓക്കെ, ഓരോ വിഷയങ്ങൾ പഠനവിധേയമാകുമ്പോൾ കുട്ടിക്കിണങ്ങുന്ന രീതിയിൽ അവയെ സൗഹാർദ്ദപരമായി മാറ്റിയെടുക്കാനായി സാധിക്കുന്നു എന്നാണ് പറയുന്നത്. സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാനും ഭിന്നശേഷിക്കാർക്ക്, കാരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആരെയും പങ്കാളിയാക്കും? ഇവനെയും പങ്കാളിയാക്കുമെന്ന് പറയുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടലുകൾ പരസ്പര പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേഗതയേറും. അതായത് ഇത് പറയുന്നത് PTA പോലുള്ള സംഘടനകൾ, മാതൃസംഘടനകളൊക്കെ ഇടപെടലുകൾ നടക്കുന്നുണ്ട് സ്കൂൾ അന്തരീക്ഷ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനവുമായിട്ടുള്ള ഇടപെടലുകൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ വിദ്യാഭ്യാസ രീതിക്കും വേഗതയേറും. അവർ തരം താഴ്ത്തിയിരുത്തുകയോ മാറ്റിയിരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിലും എന്താണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് ഇതൊരു പരിധിവരെ കാരണമാകുന്നു എന്നാണ് ഇതിൻ്റെ എന്താണ് പ്രധാനമായിട്ടും ഇതിൻ്റെ മേന്മകളിൽ, അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഇനി പരിമിതി എടുത്തു നോക്കുകയാണെങ്കിലോ, സ്കൂളും ക്ലാസ് മുറിയും ഭിന്നശേഷി സൗഹൃദമാകാത്ത സ്കൂളുകളുണ്ട് ഇല്ലേ? ഇനി ഇവർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും ഉതകുന്ന പരിശീലനം എല്ലാ അധ്യാപകർക്കും ഇൻ സർവീസിലോ പ്രീ സർവീസിലോ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദമായ വിദ്യാലയങ്ങളില്ലാത്തത് ഇതിൻ്റെ ഒരു പരിമിതിയിൽ വരുന്നു. അനുരൂപീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ട്രെയിനിങ് ചിലപ്പോൾ അധ്യാപകർക്കോ അധ്യാപക വിദ്യാർത്ഥികൾക്കോ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടൈമിൽ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല എന്നത് ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണാവുന്നതാണ്. അപ്പം എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നും ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാണ് നിലവിൽ വന്നത്? 1990കളിലാണ്. ആർക്ക് നൽകുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ്. എന്തിന് വിപരീതമായി ജാതി, മതം, വർഗം, വർണ്ണം, സംസ്കാരം, ലിംഗഭേദം ഇവയ്ക്കൊക്കെ യാതൊരു വേർതിരിവുമില്ലാതെ സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം പൊതുവിദ്യാലയത്തിൽ വിദ്യാഭ്യാസം നേടുന്ന പ്രക്രിയയാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇതുവഴി ഭിന്നശേഷിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാനും ഒരു സോഷ്യലൈസേഷനൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചു വയ്ക്കുക. എന്താണ് ഉൾച്ചേർന്ന, ഇനി ഇത് മറന്നു പോകരുത്. എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം നിലവിൽ വന്ന വർഷം എന്നാണ്. ഇനി ആരാണ് ഉൾച്ചേർക്കേണ്ടവർ? ഇനി ഇതിനകത്ത് കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 1995 നിലവിൽ വന്ന PWD ആക്ടിനെ കുറിച്ചും അത് പുതുക്കി 2016 ആയപ്പോൾ RPWD ആക്ട് ആയതും അതിൻ പ്രകാരം എത്ര ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, എത്ര വിഭാഗമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ 21 വിഭാഗമാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്ത് ചെയ്യണം? നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ടോപ്പിക്കുകളായിട്ട് കണ്ടുപോവാം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് അധ്യാപക എക്സാം എഴുതിയാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുത റെഗുലറായിട്ട് നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളാണ്. നമ്മൾ റെഗുലറായിട്ടുള്ള നമ്മുടെ പഠനമാണ്. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എപ്പോഴും അപ്ഡേഷനുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഞാൻ ഇനി പഠിച്ചില്ലേ, ഞാൻ അധ്യാപകനായില്ലേ, ഇനി എന്തിനാണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചിന്തിക്കരുത്. കാരണം ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ അധ്യാപകരായവരും അധ്യാപക വിദ്യാർത്ഥികളും ഒന്നും മനഃശാസ്ത്രത്തിനെ കൊണ്ട് ഒരു മൂല വയ്ക്കാൻ പാടില്ല.
മനഃശാസ്ത്രം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. നമ്മൾ എത്ര നാൾ അധ്യാപനം ചെയ്യുന്നുണ്ടോ അത്ര നാൾ നമ്മുടെ കൂടെ എന്തുണ്ടാവണം? ഈ ശിശു മനഃശാസ്ത്രം, ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ദിവസമാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നന്നായി നടക്കട്ടെ. നന്നായി പഠിക്കുക. ഓക്കെ, നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം കുഞ്ഞുങ്ങളെ. താങ്ക് യു സോ മച്ച്.